ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരിയുടെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ LGSന്റെ PYQ സീരീസ് സെക്ഷനാണ്. ക്വസ്റ്റ്യൻ 57/2024M ഒരു എക്സാമാണ്. ഈ എക്സാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ 80 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ ദാദാബായി നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പം സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് വൺ, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. സെക്കൻഡ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. സ്റ്റേറ്റ്മെന്റ് 3, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. സ്റ്റേറ്റ്മെന്റ് 4, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ. അപ്പൊ ശരിയായത് ഏത് എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് തന്നെയാണ്? അതെ, ദാദാബായി നവറോജി തന്നെയാണ്. ശരിയാണ്. രണ്ടാമത്തേത് എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം. അതും ശരിയാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. അതും ശരിയാണോ? അത് ശരിയാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാണോ ദാദാബായി നവറോജി? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വന്നാൽ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നു. അതെ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാബായി നവറോജി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ഇദ്ദേഹമല്ല. അതിന്റെ സ്ഥാപകൻ AO ഹ്യൂം എന്നാണ് അറിയപ്പെടുന്നത് 1885. പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബന്ധമില്ലാത്തത് ഏതാണെടാ? മൂന്നാമത്തതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി അല്ലെ. 3 തെറ്റാണ്. ഓക്കെ, ഇനി ദാദാബായി നവറോജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1825 മുംബൈയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. നമുക്കറിയാം 3 തവണ INC പ്രസിഡന്റ് ആയ ഒരു വ്യക്തിത്വമാണ് ദാദാബായി നവറോജി. 1886, 1893, അതുപോലെ തന്നെ 1906 3 സെക്ഷനുകളിൽ INC സെക്ഷനുകളിൽ ഇദ്ദേഹമായിരുന്നു ചെയർമാൻഷിപ്പ് വഹിച്ചിരുന്നത്. കൂടാതെ 1866 ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ 2 ന്യൂസ് പേപ്പറുകളാണ് വോയിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ റസ്റ്റ് ഗോഫ്താറും. വോയിസ് ഓഫ് ഇന്ത്യ ആൻഡ് റസ്റ്റ് ഗോഫ്താർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക്സ് അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെയും പിതാവെന്ന് കണക്കാക്കുന്നതും ദാദാബായി നവറോജിയാണ്. അപ്പം ഇദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാൻ പോയിന്റ്സ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു LGS ലെവലിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ, ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്രപാൽ. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമുക്കറിയാം, സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തിത്വം ആരാണടാ? ആരാണത്? അതാണ് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ അല്ലെ. ബാലഗംഗാധര തിലകനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെ അറിയാനുണ്ട്? ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ്, ഇന്ത്യൻ അസഹിഷ്ണുതയുടെ പിതാവ് എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹം INCയിൽ ചേരുന്നത് 1890-ലാണത് ഓർത്തിരിക്കാം. പിന്നെ ചോദിച്ചിരുന്നത് ഇദ്ദേഹത്തിന് ബർമയിലേക്ക് നാട് കടത്തപ്പെട്ട വർഷം ഓർത്തിരിക്കാം, 1908. അതുപോലെ തന്നെ ഹോം റൂൾ ലീഗ് പൂനെയിൽ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 1916. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായി സ്ഥിരമായി കാണുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മറാത്ത കേസരി അല്ലെ. ഇദ്ദേഹത്തിന്റെ പത്രങ്ങളാണ് 2. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കാം. ഇവിടെ തീരുന്നില്ല, ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സെക്ഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താഴെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഇപ്പോൾ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധർ തിലക് അദ്ദേഹം എന്താണ് പറഞ്ഞത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കർഷകരുടെ ദുരിതങ്ങൾ, 2 കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, 3 രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, 4 ശിപായിമാരുടെ ദുരിതങ്ങൾ. നമുക്കറിയാം 1857 വിപ്ലവം ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന്റെ ഒരു പ്രതികരണമല്ലായിരുന്നു അല്ലെ. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കർഷകർ അവരുടെ ദുരിതങ്ങൾ അവരെ
ഇതിലേക്ക് നയിച്ചു, ഇതിൽ പങ്കെടുക്കുന്നതിന്. അതുപോലെ തന്നെ വീവിങ്, അതുപോലെ തന്നെ കരകൗശലം, അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളും ആ കാലഘട്ടത്തിൽ എന്താണ് ടാക്സിന്റെ പേരിലും മറ്റ് പല കാര്യങ്ങളും അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. പിന്നെ പറഞ്ഞാൽ രാജാക്കന്മാരുടെ കാര്യമോ, അവർക്കെതിരായിട്ട് ഒരുപാട് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഝാൻസി റാണി ഇതിലേക്ക് വന്നത് അല്ലെ? എന്തുകൊണ്ടാണ് ഝാൻസി റാണി, അതുപോലെ തന്നെ ബീഗം, ഹസ്രത് മഹൽ, അങ്ങനെ ഒരുപാട് പ്രശസ്തരായ താന്തിയ തോപ്പ് അല്ലെ, അതുപോലെ തന്നെ ഒരുപാട് പ്രശസ്തരായ ആളുകൾ എന്തുകൊണ്ട് 1857 വിപ്ലവത്തിൽ ഭാഗമാകാൻ വന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം അത്രത്തോളം നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ആ സഹിഷ്ണുതയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വരില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെടാ? ഇവയെല്ലാം ശരിയാണ് എന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക അല്ലെ. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അന്ന് ഗാന്ധിജി ആരെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ മാഡം ബിക്കാജി ഗാമ, ഓപ്ഷൻ ബി അരുണ അസഫ് അലി, ഓപ്ഷൻ സി സരോജിനി നായിഡു, ഓപ്ഷൻ ഡി ആനി ബെസന്റ്. മാഡം ബിക്കാജി ഗാമയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരം ഓർമ്മ വരുമോ? ഇല്ല. സരോജിനി നായിഡുവിനെ കുറിച്ചാണെങ്കിലോ? ഇല്ല. ആനി ബെസന്റ് ആണെങ്കിലോ? അല്ല. അപ്പൊ നമുക്ക് അരുണ ആസിഫ് അലി എന്ന ഓപ്ഷൻ ബിയിലേക്ക് പോകാം. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലെ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലി. സമരനായകൻ ആരായിരുന്നടാ? അത് നമ്മുടെ JP ആയിരുന്നു അല്ലേ, ജയപ്രകാശ് നാരായണൻ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ VD സവർക്കർ, ഓപ്ഷൻ ബി ഭഗത് സിംഗ്, ഓപ്ഷൻ സി സൂര്യ സെൻ, ഓപ്ഷൻ ഡി രാജ്ഗുരു. ആരാണ് ആൻസർ? VD സവർക്കർ ആണോ, ഭഗത് സിംഗ് ആണോ, സൂര്യ സെൻ ആണോ, രാജ്ഗുരു ആണോ? ആൻസർ സൂര്യ സെൻ ആണ്. സൂര്യ സെന്നിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിറ്റഗോങ് ആർമറി അല്ലെ, ആർമറി റെയ്ഡ്. ഓർക്കുന്നുണ്ട്? 1930 അല്ലെ സൂര്യ സെന്നിനെ വളരെ ക്രൂരമായിട്ടാണ് സൂര്യ സെന്നിനെ ബ്രിട്ടീഷുകാർ വകവരുത്തിയത്. അപ്പം ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആര് രൂപീകരിച്ചതാണ് എന്ന് ചോദിച്ചാൽ അത് സൂര്യ സെൻ ആണ്. ഇദ്ദേഹത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചിറ്റഗോങ് ആർമറി റെയ്ഡ് ഓർത്തു വയ്ക്കുക, 1930 നടന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. എന്തൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടു. ശരിയാണോ അത്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടോ? അതെ, അറിയപ്പെട്ടു. മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചോ? രൂപീകരിച്ചു. കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേരെന്താണ്? വില്യം ലോഗൻ. അതുപോലെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി 1, 2, 3 and 4. ഓക്കെ, അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്നതിനെ നമ്മൾ എന്താണ് നടന്ന ഡേറ്റ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പൊ നമുക്ക് ഇതിന്റെ 4ന്റെ ഡേറ്റ് അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കുണ്ടറ വിളംബരം നടന്ന വർഷം പറയടാ. 1809 ജനുവരി 11. നിവർത്തന പ്രക്ഷോഭം 1932. മലയാളി മെമ്മോറിയൽ 1891. ഗുരുവായൂർ സത്യാഗ്രഹം 1931, 32 കാലഘട്ടത്തിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ. അതുപോലെ തന്നെ എന്താണ് മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1. കൃത്യ ഡേറ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, നമ്മൾക്ക് ഇങ്ങനെ ഒരു ഉഗനി എന്ന് ഓർത്തു വയ്ക്കാം. ഉപ്പു സത്യാഗ്രഹം സാൾട്ടോ നിയമിച്ചത് 1930. ഗുരുവായൂർ സത്യാഗ്രഹ 1931.
നിവർത്തന അജിറ്റേഷൻ 1932. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമുക്ക് ആദ്യം വരുന്നത് ഏതാണ്? ആദ്യം വന്നത് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ആണ് അല്ലെ, കുണ്ടറ വിളംബരം. രണ്ടാമത്തത് ഏതാണെടാ? മലയാളി മെമ്മോറിയൽ, അതായത് മൂന്നാമത് വരുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം, നാലാമത് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി അല്ലേ? അതെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകന്മാരെ ഒരു വശത്തും അതുപോലെ അവരുടെ സംഘടനകളെ മറ്റൊരു വശത്തും തന്നിട്ടുണ്ട് ബി ആയിട്ട്. അപ്പം അയ്യങ്കാളി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സാധുജന പരിപാലന സംഘം അല്ലെ, 1907 അല്ലെ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാദേവ സഭ 1909. വാഗ്ബടാനന്ദയാണ് ആത്മവിദ്യാസംഘം. വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം. ഓക്കെ, അപ്പോ നമുക്ക് ഇതൊന്ന് മാച്ച് ചെയ്ത് പറയുകയാണെങ്കിൽ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം 1 വരുന്നത് 2 വരുന്നത് 3 അല്ലെ, 3 വരുന്നത് 4 വരുന്നത് 1. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ അല്ലേടാ? ഓക്കെ, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ അല്ലെ, പൊയ്കയിൽ യോഹന്നാൻ എന്നും അറിയപ്പെടും. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 1909 പത്തനംതിട്ട ഇരവിപേരൂരിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ സമത്വ സമാജം 1836 സ്ഥിരമായി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ് ആത്മവിദ്യാസംഘം. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനിയും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ദർശനമാല, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, ദൈവദശകം. ചട്ടമ്പി സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? പറയടാ. വേദാധികാര നിരൂപണം അല്ലെ, വേദാധികാര നിരൂപണമാണ്. ഓക്കെ, ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവദശകം ഇതെല്ലാം ശ്രീനാരായണ ഗുരുവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അപ്പം നമുക്കറിയാം സ്ഥിരമായിട്ട് എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസിലും വരുന്നതാണ്. ഓപ്ഷൻ എ 44th ഭേദഗതി, 44ാം ഭേദഗതി 1978, 86ാമത്തെ ഭേദഗതി 2002, 42ാമത്തെ ഭേദഗതി 1976, 61ാമത്തെ ഭേദഗതി 1989. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ, 86ാമത്തെ ഭേദഗതി. ഓക്കെ, അപ്പം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകൾ ഏതാണ്? പറയടാ. മൗലിക കടമകൾ എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഭാഗം 4A ആണല്ലേ. ഭാഗം 4A ആർട്ടിക്കിൾ പറഞ്ഞാലോ 51A. ഭാഗം 4A 51A അല്ലെ. 1976 42ാം ഭേദഗതി പ്രകാരമാണത് കൂട്ടിച്ചേർക്കുന്നത്. ഇതിനു വേണ്ടി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി. അപ്പൊ സ്വരൻ സിംഗ് കമ്മിറ്റി. അപ്പൊ സ്വരം നല്ലതാണെങ്കിൽ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യണം. അതായത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ അല്ലെ, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡ്യൂട്ടി സാധകം ചെയ്താൽ സ്വരം നന്നാവും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോളൂ. അപ്പം 1976 42ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെ പ്രതിപാദിച്ചിരിക്കുന്നത്. ശരി. 14ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്നു. എ സ്വത്തവകാശം, ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സി സമത്വത്തിനുള്ള അവകാശം, ആൻഡ് ഡി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണെടാ? നമുക്കറിയാമല്ലേ, സ്വത്തവകാശം പണ്ട് നമ്മുടെ കടമയിൽ ഉണ്ടായിരുന്നു, പിന്നത് മാറ്റിയതാണ് അല്ലെ.
44ാമത്തെ ഭേദഗതി പ്രകാരം 1978 44ാമത്തെ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തിനെ എന്താക്കി മാറ്റി? ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ഓക്കെ, ലീഗൽ റൈറ്റ്. അപ്പോൾ അത് ഇപ്പോൾ നിലനിൽക്കുന്ന ആർട്ടിക്കിൾ 300A ആണ്. ഓർത്തു വെക്കുക, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് മീൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് മാറ്റിയത് ഏതാണ്? സ്വത്തവകാശമാണ്. നിലവിൽ അതൊരു ലീഗൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 300A അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 1978 44ാം ഭേദഗതി പ്രകാരമാണ് ഈ മാറ്റം കൊണ്ടുവന്നത്. 15ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടന ഏതാണ്? ബ്രിട്ടൻ, ബ്രസീൽ, ഇന്ത്യ, ഓസ്ട്രേലിയ. എഴുതപ്പെടാത്തത് നമുക്കറിയാം ഓപ്ഷനിൽ നിന്നും തന്നെ. ഏതാണ്? 15A ബ്രിട്ടൻ അല്ലേ? ബ്രിട്ടൻ അല്ലേ? ഓക്കെ, ബ്രസീൽ, ഇന്ത്യ, ഓസ്ട്രേലിയ ഇവർക്ക് എല്ലാവർക്കും എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഓർക്കുക, ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? നമുക്കാണ് ഏറ്റവും ലോങ്സ്റ്റ് അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നതാണ് ചോദ്യം അല്ലെ. ഇത് 2024 നടന്നതാണ്. 23 കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ഇപ്പൊ ഈ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണടാ? വളരെ അടുത്ത ദിവസം അല്ലെ, നമുക്കറിയാം നവംബർ 24 നമ്മൾ ആ വാർത്ത അറിഞ്ഞത്. ആരാണ്? പേരെന്താണ് അദ്ദേഹത്തിന്റെ? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റു എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 17ാമത്തെ ചോദ്യം. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണടാ? ഓം ബിർള. ഓപ്ഷൻ ബി, ഓം ബിർളയാണ് നിലവിലെ സ്പീക്കർ. 17ാമത്തെ സ്പീക്കറാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നത് റീ എലക്ട് ചെയ്തതാണ് കേട്ടോ. 2024 ജൂൺ മാസത്തിൽ അദ്ദേഹം തന്നെ സ്പീക്കറായിട്ട് റീ എലക്ട് ചെയ്തതാണെന്ന് ഓർത്തു വെക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന അഥവാ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഒന്നാമത്തത്, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സെക്രട്ടറി ആയിരുന്നോ? മലയാളി ആയിരുന്നോ? അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ആയിരുന്നു. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ശരിയാണോ? 1952 അസമിൽ ഗവർണറായി ചുമതലയേറ്റു. ഇതിൽ ശരിയായതാണല്ലോ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ശരിയാണല്ലോ. സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ നാട്ടുരാജ്യം സംയോജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 വ്യക്തിത്വങ്ങളുടെ പേരല്ലേ. ഒന്ന് സർദാർ വല്ലഭായ് പട്ടേൽ എന്നും രണ്ടാമത്തത് നമ്മൾ കേട്ട പേരെന്താണ്? VP മേനോനുമാണ്. അപ്പം അത് ശരിയാണ്. ഇനി ഭാഷാടിസ്ഥാനത്തിൽ 1953 ഇദ്ദേഹം ഉൾപ്പെട്ടോ? ഇല്ല. ഇനി ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ തന്നെയല്ലേ എന്ന് 1952 ഒഡീഷയിലാണ് ഇദ്ദേഹം ഗവർണറായി ചുമതലയേറ്റത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എയും സിയുമാണ്. എയും സിയും മാത്രം ശരി. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ശരി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? 1961 വരെ ഗോവയാണോ, പോണ്ടിച്ചേരിയാണോ, കാരക്കലാണോ, മാഹിയാണോ? ഓപ്ഷൻ എ ഗോവയാണല്ലേ. 1961 ഓപ്പറേഷൻ വിജയ് എന്ന ഓപ്പറേഷനിലൂടെയാണ് നമ്മൾ പോർച്ചുഗീസുകാരെ നിന്നും ഗോവ പിടിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആര് എന്നതാണ് ചോദ്യം. ആരാണ്? നമുക്കറിയാം. ആരാണടാ? വിക്രം സാരാഭായി അല്ലെ. 1963 തുമ്പ. അന്നത്തെ ജവഹർലാൽ നെഹ്റു, പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി വിക്രം സാരാഭായിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അടുത്തത്, ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? നമുക്ക് 4 രാജ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ജർമ്മനി, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്. ജർമ്മനി ഏതാണടാ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന 64 ബൊക്കാറോ ആണ് കേട്ടോ. ജർമ്മനി ഏതാണ്? റൂർക്കേല. അതുപോലെ ബ്രിട്ടൻ ആണെങ്കിലോ ദുർഗാപൂർ അല്ലെ. ദുർഗാപൂർ. റഷ്യ ആണെങ്കിലോ, റഷ്യക്ക് ബൊക്കാറോ ഉണ്ട്, ബിലായി ഉണ്ട്. ഓക്കെ, ബൊക്കാറോ ഉണ്ട്, ബിലായി ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, റഷ്യ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ,
അടുത്ത ചോദ്യം 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. ഓപ്ഷൻ എ മാനവശേഷി വികസനം, ഓപ്ഷൻ ബി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, ഓപ്ഷൻ സി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2012 തുടങ്ങി 2017 അവസാനിക്കേണ്ട പദ്ധതിയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. ഇതിനിടയ്ക്കാണ് നമ്മൾ നീതി ആയോഗ് എന്ന ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്തത് 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതാണ്? സഞ്ജയ നൽകുന്ന സേവനങ്ങൾ. ഓപ്ഷൻ എ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ബി കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ സി കെട്ടിട നികുതി അടയ്ക്കൽ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. എന്താണ് മുകളിൽ പറഞ്ഞവയെല്ലാം? ഓക്കെ, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടും, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടും, കെട്ടിട നികുതി അടയ്ക്കൽ ഉൾപ്പെടും, ഇതെല്ലാം ഉൾപ്പെടും. 23ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ് എന്നതാണ് ചോദ്യം. ഏതാണ്? ശൈലി ആപ്പാണോ, സേഫ് കേരളയാണോ, തുണയാണോ, നിർഭയമാണോ? സ്ഥിരമായിട്ട് ഈ നമ്മുടെ സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ്, അതുപോലെ തന്നെ എന്താണ് ഓരോ കുടുംബശ്രീ പദ്ധതികൾ, അങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം എന്താണ് ഗതാഗത നിയമലംഘനം തടയാനുള്ളത്? ഏതാണ്? സേഫ് കേരള. എന്താണ്? സേഫ് കേരള. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ അല്ലെ, വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാവേരി കൃഷ്ണ ഈസ്റ്റ് ഫ്ലോയിങ് ആണ്, ഗോദാവരി മഹാനദി ഈസ്റ്റ് ഫ്ലോയിങ് ആണ്, അതുപോലെ തന്നെ മഹാനദി കൃഷ്ണ ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നർമ്മദയും താപ്തിയാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പെനിൻസുല റിവേഴ്സ് എന്ന ഉപദ്വീപീയ നദികൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. കൃത്യമായിട്ടും നദികൾ എന്ന ഭാഗത്ത് നിന്നും ഹിമാലയൻ റിവേഴ്സ് എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇവയുടെ നീളം, ഇവരുടെ പതനസ്ഥാനം, ഉത്ഭവസ്ഥാനം കൃത്യമായിട്ട് പഠിക്കുക. ഇവരുടെ പ്രത്യേകതകൾ, ഇവരുടെ വിളിപ്പേരുകൾ, ഇവരുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറീസ്, കൈവഴികൾ, അതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2 മാത്രമാണ് അല്ലെ. 25 എന്താണിടാ? 2 മാത്രം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 മാത്രം. അടുത്ത ചോദ്യം. ചാന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചാന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? അപ്പം 1ൻ്റെത് അണ്ണാദുരൈ ആണെങ്കിൽ 3 ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡോക്ടർ പി വീരമുത്തുവേൽ, ഓപ്ഷൻ ബി ജി മാധവൻ നായർ, ഓപ്ഷൻ സി എസ് സ്വാമിനാഥൻ, ഓപ്ഷൻ ഡി കെ ശിവൻ. ആരാണ്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡോക്ടർ പി വീരമുത്തുവേൽ. ഓക്കെ, ചാന്ദ്രയാൻ 1 ആരാണ്? അണ്ണാദുരൈ, ദുരൈ രാ, 3 വീരമുത്തു രാ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ഏലം 50 സെന്റിമീറ്റർ താഴെ മഴ, 50 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ ചൂട്, നീർവാഴ്ചയുള്ള മണ്ണ്, ലാട്രൈറ്റ് മണ്ണ്. ഏതാണടാ? ഏലം കൃഷിയാണ്. ഏലം വളർച്ചയ്ക്ക് ഏതാണ്? നീർവാഴ്ചയുള്ള മണ്ണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഗോവ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നമുക്കറിയാം ഈ ഭാഗത്താണ് അല്ലെ, അറബിക്കടലിന്റെ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്നതാണ് ഏത്? ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ആന്ധ്രാപ്രദേശ് ഈ ഭാഗത്താണോടാ? അല്ല. അപ്പം അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ആരാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതെന്നാണ്? അക്ഷാംശം എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡ്, രേഖാംശം എന്ന് പറയുമ്പോൾ ലോജിറ്റ്യൂഡ്. ഇന്ത്യയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 68 ഡിഗ്രി 7 കിഴക്ക്, 97 ഡിഗ്രി 25 കിഴക്ക്, 68 ഡിഗ്രി 7 വടക്ക്, 97 ഡിഗ്രി 25 വടക്ക്, 8 ഡിഗ്രി 4 വടക്ക്, 37 ഡിഗ്രി 6 വടക്ക്, 8 ഡിഗ്രി 4 കിഴക്ക്, 37 ഡിഗ്രി 6 കിഴക്ക്. ഏതാണ് ആൻസർ വരുന്നത്? 8 ഡിഗ്രി 4 വടക്ക് അല്ലെ, അതുപോലെ തന്നെ 37 ഡിഗ്രി 6 വടക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം കണക്കാക്കുന്നത് എന്ന് ഓർക്കാം. ഗംഗാനദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ആണോടാ? അല്ല, ഗംഗോത്രി ഗ്ലേഷ്യർ ആണ് നമുക്കറിയാം. അപ്പൊ ഇത് തെറ്റ്. ഇനി അറബിക്കടലിലാണോ പതിക്കുന്നത് ഗംഗ? അല്ല, തെറ്റ്. ഈ 2900 കിലോമീറ്റർ നീളമാണോ? അല്ല. ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണോ? അല്ല.
ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗംഗ എന്ന് പറയുന്ന നദി നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ നദിയാണ് അല്ലെ. ഗംഗോത്രി ഗ്ലേഷ്യറിൽ ഗായ്മുഖ് ഗുഹയുടെ അടുത്തായിട്ട് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേവപ്രയാഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് ഗംഗയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ് നമുക്കറിയാം. 25 നമ്മൾ കോഡൊക്കെ വെച്ച് 2525 കിലോമീറ്റർ നീളമാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് പറയുന്നതൊന്നും ശരിയല്ല, അതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാൻസൽ. വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി നമുക്ക് കൃഷിക്കൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. കാർഷികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ് ആണോ, ഹരിതഗൃഹ കൃഷിയാണോ, ത്രിതി കൃഷിയാണോ, അഥവാ ഫെർട്ടിഗേഷൻ ആണോ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫെർട്ടിഗേഷൻ. എന്താണ് ഫെർട്ടിഗേഷൻ? മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, ഓപ്ഷൻ ബി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, ഓപ്ഷൻ സി തെക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. 32 ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ശരിയാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണോ? അല്ല, പെരിയാറാണ് അല്ലെ. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയിലാണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വെച്ചാൽ നിള ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ്. വീട്ടിൽ വിളിക്കുന്ന പേരാണെന്ന് വിചാരിച്ചാൽ മതി, നിള. അതുപോലെ തന്നെ ആനമലയിൽ ആനമലയിലാണ് ഉത്ഭവിക്കുന്നത് എന്ന് ഓർക്കുക. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണെന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നുള്ളത് തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദി ഏതാണടാ? അത് പെരിയാറാണ്. പെരിയാർ. അടുത്ത ചോദ്യം, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണെന്നാണ്. 2023 കറണ്ട് അഫെയർ ആയിരുന്നു. ഓപ്ഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓപ്ഷൻ ബി എടുക്കാം. ജീവിതം ഒരു പെൻഡുലമാണ് ഇതിന്റെ ഉത്തരം. എങ്കിൽ 2025 വയലാർ അവാർഡ് വിന്നർ ആരാണടാ? അത് ഇ സന്തോഷ് ആണല്ലേ. ഇ സന്തോഷ് കുമാറിനാണ് 2025 ലഭിക്കുന്നത് വയലാർ അവാർഡ്. തപോമയ്യയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. 2025 വയലാർ അവാർഡ് ജേതാവാണ് ഇ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ കൃതി ചോദിക്കുകയാണെങ്കിൽ തപോമയ്യയുടെ അച്ഛൻ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഏത് വർഷം? ചെറുധാന്യ വർഷം, പയറുവർഷം, മണ്ണ് വർഷം, ഒട്ടക വർഷം. ഏതാണ്? 2023 ആണ്. പറയടാ, ഏത് വർഷമാണ്? ചെറുധാന്യ വർഷമാണോ? അല്ലേ, ചെറുധാന്യ വർഷമാണ് 2023. 2025 ഏതൊക്കെ വർഷങ്ങളാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. 2025 ഏതൊക്കെ? നമുക്കറിയാം ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യണം. പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരമ്പുഴ, പെരുഞ്ചാംകുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ. പോഷക നദികളാണ് ചോദിച്ചിരിക്കുന്നത്. മുതിരമ്പുഴ ശരിയാണ്, പെരിഞ്ചാംകുട്ടിയാർ ശരിയാണ്, തൊടുപുഴയാർ ശരിയാണ് അല്ലെ. ഇതിൽ നമ്മളുടെ പോഷക നദികളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൈവഴികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പിന്നീട് PSC തിരുത്തിയിട്ട് സി ആണ് അവര് എടുത്തത്. ഓക്കെ അല്ലേ. അടുത്തത് 37ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതങ്ങളും ജില്ലകളും തന്നിട്ടുണ്ട്. നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ്? നമുക്കറിയാം തിരുവനന്തപുരം. ശരിയാണല്ലേ. ചെന്തുരുണി നമുക്കറിയാം കൊല്ലമാണ്. കരിമ്പുഴ മലപ്പുറം തന്നെയാണ്. കൊട്ടിയൂർ കണ്ണൂറാണ്. അപ്പൊ എല്ലാം ശരിയാണ് അല്ലെ. 1 1 2 2 3 3 4 4. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. നെയ്യാർ വന്യജീവി സങ്കേതം എല്ലാവർക്കും ഫേമസ് അല്ലേ നമ്മുടെ നെയ്യാർ. ക്രോക്കഡൈലിനെയൊക്കെ പോകാം, നമുക്ക് കാണാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ. ഓക്കെ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത് എന്നാണ്. വൈദ്യശാസ്ത്രമാണ്, മെഡിസിനിലാണ്. അപ്പൊ വ്യക്തികൾ ഓർത്തു വയ്ക്കുക. ഡോക്ടർ കാറ്റലിൻ കാരിക്കോയും ഡോക്ടർ ഡ്രൂ വൈസ്മാനും 2023 കാര്യമാണെന്ന് ഓർക്കുക. 2025 അവസാന ഘട്ടത്തിലൂടെ നോബൽ സമ്മാനങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയവരെ കുറിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിലേതാണ് ശരിയടാ?
നമുക്കറിയാം 2023 mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് നമ്മുടെ വൈദ്യശാസ്ത്ര നോബൽ ആർക്ക് ലഭിച്ചത്? കാറ്റലിൻ കാരിക്കോയ്ക്കും ഡോക്ടർ ഡ്രൂ വൈസ്മാനിനും ലഭിച്ചതെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി ഉദ്യാനമാണോ? ആണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമല്ലേ? അതെ. 1978 നിലവിൽ വന്നില്ലേ? വന്നു. എന്നാൽ തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ 1, 2 and 3 ആണല്ലേ. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായതാണല്ലേ. തെറ്റ് 4 മാത്രം. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? ശുചിത്വ പഞ്ചായത്ത്? പോത്തുകൽ, കോട്ടക്കൽ, കുളത്തൂർ, പള്ളിക്കൽ. ശുചിത്വം, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വം ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ പോത്തുകലാണ്. ഓർത്തു വയ്ക്കാം. പോത്തുകളാണെങ്കിൽ എന്താ? നല്ല ശുചിത്വമാണ് എന്ന് ഓർത്തു വെച്ചോളൂ. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? പോത്തുകളാണെങ്കിൽ എന്താ? നല്ല ശുചിത്വമാണ്, പോത്തുകൾ. ഇനി തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായലാണ് ചോദ്യം. തണ്ണീർമുക്കം ബണ്ട് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? കൃത്യമായിട്ടും വേമ്പനാട് കായൽ ഏതൊക്കെ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക. പള്ളിവാസൽ, ചെങ്കുളം, പെരിങ്ങൽകുത്ത്, പന്നിയാർ, ശബരിഗിരി, ഷോളയാർ, കല്ലട, മണിയാർ. എന്താണ് ചോദ്യം? മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണടാ? കണ്ടെത്തുക. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങളാണ് പള്ളിവാസൽ, ചെങ്കുളം. ഓപ്ഷൻ എ. മുതിരപ്പുഴയാറ് ഓർക്കുക. മുതിരപ്പുഴയാറ് കേൾക്കുമ്പോൾ ഓർക്കണം പള്ളിവാസലും ചെങ്കുളവും. അടുത്ത ചോദ്യം, കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്, സഹ്യപർവ്വത നിരയുടെ ഭാഗം, റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം, സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം. ഏതൊക്കെയാണ്? കേരളത്തിന്റെ തീരപ്രദേശങ്ങൾക്ക് എന്താണ് പ്രത്യേകത? ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണ് ഇവിടുത്തെ പ്രത്യേകത. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ എന്നാണ് എഴുതിയിരിക്കുന്നത് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. ഉച്ചഭക്ഷണ പദ്ധതി ഏത് സംസ്ഥാനം? കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര. ഏതാണ്? തമിഴ്നാട്. സ്ഥിരമായി ചോദിച്ചിരുന്നു ഒരിടയ്ക്ക്. ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. 45ാമത്തെ ചോദ്യം, താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കത്തിയവാർ പീഠഭൂമി, സുന്ദർബൻ ഡെൽറ്റ, ആരവല്ലി ഉപദ്വീപ്, ഹുഗ്ലി പർവ്വതം. തന്നിരിക്കുന്നതിൽ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് സുന്ദർബൻ ഡെൽറ്റ. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 കറണ്ട് അഫയേഴ്സ് ആണ്. 2023 ഡിസംബർ 1 ഇത് സംഭവിച്ചത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണടാ ഇത്? കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ഉച്ചകോടിയാണ് കേട്ടോ. കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ഉച്ചകോടി. സോ എല്ലാ വർഷത്തെയും കറണ്ട് അഫയേഴ്സിൽ ഓരോ വെന്യൂസ് കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ തീമുകൾ പഠിക്കണം അല്ലേ. അത് ഏത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മറ്റ് സംഘടനകളുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ പ്രധാനമായിട്ട് പങ്കെടുത്തു, ഇന്ത്യയിൽ നിന്ന് ആരെ റെപ്രസെന്റ് ചെയ്തു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, റിലേറ്റഡ് ഫാക്ട്സുകൾ നിങ്ങൾ നോക്കണം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. മൗലിക കർത്തവ്യങ്ങൾ നിലവിൽ നമുക്ക് 11 ഉണ്ട് കേട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് എത്ര ഉണ്ടടാ? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ആദ്യം 10 ആയിരുന്നു, പിന്നെ ഒന്നുകൂടി ആഡ് ചെയ്തിട്ടാവും നമുക്ക് 11 ഉണ്ട്. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? ഏതാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കൊല്ലം തിരുവനന്തപുരമാണോ, കൊച്ചി കൊല്ലമാണോ, ഷൊർണൂർ തിരൂറാണോ, തിരൂർ ബേപ്പൂർ ആണോ? പറഞ്ഞോടാ. തിരൂർ ബേപ്പൂർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നടാ? നമുക്കറിയാം, ആസിഡ് ആണോ, ജലമാണോ, പാലാണോ, മർദ്ദമാണോ? പാലാണല്ലേ. പാലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലാക്ടോമീറ്റർ. കുട്ടികൾക്ക് കൊടുക്കൂലേ, ലാക്ടോജൻ ഒക്കെ കലക്കി കൊടുക്കൂലേ? ഓക്കെ. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? തന്നിരിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളാണോ ഇത്? ഇന്ത്യ ഒരു ആഫ്രിക്കൻ രാജ്യമാണോ? അല്ല. കോമൺവെൽത്ത് രാജ്യങ്ങളാണോ? G7 രാജ്യങ്ങളാണോ?
നാറ്റോ രാജ്യങ്ങളാണോ? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. കോമൺവെൽത്ത് രാജ്യങ്ങളാണ് അല്ലേ? ആഫ്രിക്കയും ഇന്ത്യയും കെനിയയും എല്ലാം കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. അടുത്ത ചോദ്യം 51ാമത്തെ ചോദ്യമാണ്. ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. CO2 ആണോ, മീഥേൻ ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ, നൈട്രജൻ ആണോ? ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ഡി, നൈട്രജൻ. നൈട്രജൻ ഒരു ഹരിതഗൃഹ വാതകമല്ല. അടുത്തത് INA-യുമായി ബന്ധപ്പെട്ട നേതാക്കളാണ്. ഓപ്ഷൻസിൽ സുഭാഷ് ചന്ദ്രബോസ് ക്യാപ്റ്റൻ ലക്ഷ്മി, രാജ് ബിഹാരി ബോസ് ഭഗത് സിംഗ്, ലാലാ ഹർദയാൽ സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ് രാജ്ഗുരു. ആരാണ്? സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മി. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അഥവാ വിറ്റാമിൻ ഏത്? അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യമാണ് കേട്ടോ. നമുക്കറിയാം അസ്ഥികളുടെയൊക്കെ ആരോഗ്യത്തിന് നമുക്ക് ആവശ്യം ഏതാണ്? വൈറ്റമിൻ ഡി അഥവാ ജീവകം ഡി ആണ്. അപ്പൊ ജീവൻ ഡിയുടെ എന്താണ് അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണം അല്ലേ? ഓക്കെ, റിക്കറ്റ്സ് എന്ന് പറയും നമ്മൾ. റിക്കറ്റ്സ് ഡി, ഇവിടുത്തെ ഡി എടുത്താൽ മതി. റിക്കറ്റ്സിന്റെ ആറിന്റെ മുകളിലത്തെ എടുത്താൽ മതി. ജീവകം ഡി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ്. ജീവകം ബി വായ്പുണ്ണ്, ജീവകം സി സ്കർവി ശരിയാണ്, ജീവകം എ നിശാന്തത ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അസ്ഥികളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്, കുരുമുളക്, തെങ്ങ്, വാഴ. ഏതാണെടാ? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? എന്താണ് ആൻസർ? നെല്ലാണ്. നെല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെല്ലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ സൈലന്റ് വാലി ഒരു കടുവ സംരക്ഷണ കേന്ദ്രമാണോ? മതികെട്ടാൻ ചോല ആണോ? ഇരവികുളം ആണോ? പറമ്പിക്കുളം ആണോ? നമുക്കിങ്ങനെ ഓർത്തിരിക്കാം. കടുവകൾ പറമ്പിൽ ഇറങ്ങി നടന്നു എന്നങ്ങ് ഓർക്കുക. കടുവ സംരക്ഷണ കേന്ദ്രം കേരളത്തിൽ ഏതാണ്? പറമ്പിക്കുളം. ഓക്കെ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ എന്തേതെല്ലാം എന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളുകളും. മനുഷ്യ ശരീരത്തിലെ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. നമുക്കറിയാം നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിച്ചതു അത് ദഹിക്കുന്നു, ചെറുകുടലിലെത്തുന്നു, വില്ലീസ് അല്ലെ, വില്ലസ് വഴി എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം നമ്മുടെ ഫുള്ളും ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് എത്തിക്കുന്നത്. അപ്പൊ അത് ശരിയായ ഇതാണ്. ഇനി രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ്. ശരിയാണ്. രക്തം പമ്പ് ചെയ്യണമെങ്കിൽ ഹൃദയം വേണം, രക്തക്കുഴലുകൾ കൂടിയാണ്. ഇത് നമുക്കറിയാം വെയിൻസും ആർട്ടറീസും അല്ലെ. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരിയാണ്, നമുക്കറിയാം നമ്മുടെ നെർവ്സ് ആണ്, നെർവസ് സിസ്റ്റം ആണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണോ? അല്ല അല്ലേ. വൃക്കയും കരളും അതുമായിട്ട് റിലേറ്റഡ് ആണോ? അല്ല. അപ്പൊ ഇത് തെറ്റാണ്. നമ്മളോട് ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായവ ഏതൊക്കെയാണ്? 1, 2, 3 ശരി, 4 തെറ്റ്. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? അല്ലേ, സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ കേൾക്കുന്നു നിപ്പ രോഗം. ആദ്യകാലങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഭയന്നിരുന്നു നിപ്പ. ഇന്ന് നമുക്ക് പലവരെയും ട്രീറ്റ്മെന്റ് വഴി രക്ഷിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും ഇല്ലെങ്കിൽ പോലും. അപ്പൊ 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണെടാ? കോഴിക്കോട്. ഓക്കെ, പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കീട നിയന്ത്രണ മാർഗങ്ങൾ: മിത്രകീടങ്ങൾ, ഉറുമ്പുപൊടി, വേപ്പിൻ കുരുസത്ത്, വെളുത്തുള്ളി മിശ്രിതം. ഏതാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനാശിനി, കീടനിയന്ത്രണ മാർഗങ്ങൾ? മിത്രകീടമാണോ? അല്ല. വേപ്പിൻ കുരുസത്താണോ? അല്ല. വെളുത്തുള്ളി, ഇതൊക്കെ നമുക്കറിയാം നാച്ചുറൽ ആണ്. പക്ഷെ ഉറുമ്പുപൊടി അല്ലേ, DDT എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പ്രശ്നമാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത്. വേപ്പിൻ വേപ്പിൻ പിണ്ണാക്കെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അടുത്ത, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികളിൽ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി. അപ്പൊ എയറിലേക്ക് നമ്മളെ ഇത് ചെയ്യുന്നത് എയറോപോണിക്സ് ആണോ, ഹൈഡ്രോപോണിക്സ് ആണോ, പോളി ഹൗസ് ആണോ, പ്രിസിഷൻ ഫാമിംഗ് ആണ്? ഹൈഡ്രോ നമുക്കറിയാം വാട്ടർ ആണ്. അപ്പൊ നമുക്ക് പറയുന്നുണ്ട് വായുവിലേക്ക്. അപ്പം ഏതാണ്? എയറോപോണിക്സ് ആണ് അല്ലേ. അടുത്ത ചോദ്യം, ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന
വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? അല്ലെ, നമ്മൾ പ്രസത്തിലൂടെയൊക്കെ കടത്തി വിടുമ്പോൾ അത് അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രക്രിയ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതിനെ അപവർത്തനം എന്ന് പറയൂ, പ്രകീർണനം എന്ന് പറയൂ, പ്രതിപതനം എന്ന് പറയുമോ, വിസരണം എന്ന് പറയുമോ? എന്ത് പറയൂടാ? നമ്മൾ പ്രകീർണനം എന്ന് പറയും. ഓപ്ഷൻ ബി, പ്രകീർണനം അല്ലെ. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ശരിയായത് അഥവാ ശരിയായവ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ശരിയാണല്ലോ. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണുന്നുണ്ടോ? ന്യൂക്ലിയസിൽ ഇല്ല. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അതെ, പോസിറ്റീവ് പ്രോട്ടോൺ. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ള കണമാണ് അല്ലേ? ശരി. അപ്പൊ ഇതിൽ നമ്മുടെ 1, 3 ശരി. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്തെന്നറിയപ്പെടുന്നു? ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജുള്ളതാണ് ഇലക്ട്രോൺ. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽഷ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം നൈട്രേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ. എപ്പോഴാണടാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ചെയ്യുമ്പോൾ സിങ്കുമായിട്ട് സിങ്ക് ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എന്ന് ഓർക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ഹൈഡ്രജൻ വാതകത്തിന് കാരണമാകും. അടുത്തത് ഇരുമ്പിന്റെ അയിര് ഏത്? ഇരുമ്പിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണോ, കുപ്രൈറ്റ് ആണോ, കെലാമിൻ ആണോ, അതുപോലെ ഹെമറ്റൈറ്റ് ആണോ? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ. ഓപ്ഷൻ ഡി, ഹെമറ്റൈറ്റ് ആണ്. നമ്മൾ ഹ്യൂമൻ ഹെമറ്റൈറ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോളൂ. അയൺ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്തെ 2023 ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത് അല്ലെ. നമ്മുടെ ആൻസർ സ്പെയിൻ ആണ്. ഫുട്ബോൾ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, ഫുട്ബോൾ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണടാ? സ്പെയിൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? വൃക്ക, ഹൃദയം, ത്വക്ക്, ശ്വാസകോശം. വിസർജനാവയവം അല്ലാത്തത് അല്ലെ. നമുക്കറിയാം വൃക്കയും ത്വക്ക്, ശ്വാസകോശവും എല്ലാം വിസർജനമായിട്ടുള്ള പ്രക്രിയകളിൽ ഏർപ്പെടുന്നുണ്ട്. ഹൃദയമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, ഹൃദയം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? എയ്ഡ്സ്, എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, HIV വൈറസ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. എയ്ഡ്സ് ഒരു വൈറസ് ആണ്. അടുത്തത്, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? ശ്വാസകോശ അർബുദമാണോ, പക്ഷാഘാതം, ബ്രോങ്കൈറ്റിസ്, എംഫസീമ. നമ്മളിപ്പം നമ്മുടെ സിനിമയെല്ലാം കാണാൻ പോകുമ്പോൾ നമുക്ക് കാണാം, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നതിന്റെ അവസ്ഥയുടെ പേരെന്താണ്? അതാണ് എംഫസീമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് ചോദ്യം. ഹൃദ്യം, എൽസ, താലോലം, സുകൃതം. ഏതാണടാ? എൽസയാണ് നമ്മുടെ ഉത്തരം. അടുത്തത് 71ാമത്തെ ചോദ്യം, 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഒരേ ഒരു ഭൂമിയാണ് കേട്ടോ. പരിസ്ഥിതി പുനഃസ്ഥാപനം, പ്രകൃതിക്കായി ഈ സമയം, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 2023 ചോദ്യം. ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. അടുത്ത ചോദ്യം, ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ്? ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ്? അത് അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡ്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ് ഫുഡ്സ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി. മിക്കവാറും ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നത് ഫംഗൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടായിരിക്കും. അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ബാക്ടീരിയ, ബി ഫംഗസ്, സി വൈറസ് ആൻഡ് ഡി പ്രോട്ടോസോവ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണടാ? ഫംഗസ്. അടുത്ത ചോദ്യം, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് കൊണ്ടാണ്? നമുക്കറിയാം ഷുഗർ ഏതിന്റെയാണടാ? ഇൻസുലിൻ. അതുകൊണ്ടല്ലേ ഇൻസുലിൻ നമ്മൾ കുത്തിവെക്കുന്നത്?
നമ്മുടെ ഓപ്ഷനിൽ ഗ്ലൂക്കഗോൺ ഉണ്ട്, തൈറോക്സിൻ ഉണ്ട്, മെലാറ്റനോണിൻ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഷുഗർ പേഷ്യൻസിനൊക്കെ നമ്മൾ ഇൻസുലിൻ ഇൻ കേസ് അവർക്ക് കുറവാണെങ്കിൽ ഇൻസുലിൻ കുത്തിവെക്കുന്നത് കണ്ടിട്ടില്ലേ? അതെ. അടുത്തത് 75ാമത്തെ ചോദ്യമാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. 18 വയസ്സിന് താഴെ എന്നുള്ള ഓർക്കുക. കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണമാണ്. അപ്പൊ അതേതാണ്? സ്നേഹപൂർവ്വമാണോ, സമാശ്വാസമാണോ, ആരോഗ്യ കിരണമാണോ, ആശാധാരയാണോ? ഏതാണടാ? പറയടാ. അത് ആരോഗ്യ കിരണമാണ്. ഏതാണ്? ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ്? മൊറയൂർ മലപ്പുറം, വരദൂർ വയനാട്, വടശ്ശേരിക്കട പത്തനംതിട്ട, കക്കോടി കോഴിക്കോട്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ചത്? കക്കോട് കോഴിക്കോടാണ്. ആദ്യമായിട്ട് കോഴിക്കാണ് ആന്റിബയോട്ടിക് പരിശോധിച്ചെന്നു. കക്കോട് കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആര് എന്നതാണ് ചോദ്യം. ഡോക്ടർ വർഗീസ് കുര്യനാണോ, ഡോക്ടർ MS സ്വാമിനാഥനാണോ, ഡോക്ടർ നോർമൻ സി ബോർലോഗ് ആണോ, ഡോക്ടർ സഞ്ജയ് രാജാറാം ആണോ? നമുക്കറിയാം അല്ലേ, നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യയിലെ പിതാവ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിനെ ആവരണം ചെയ്ത് കാണുന്ന ഡബിൾ ലെയേർഡ് ഇരട്ട സ്ഥലമുണ്ട്. അത് ഏതാണ്? പ്ലൂറയാണോ, മെനിഞ്ചസ് ആണോ, സൈനോവിയൽ സ്ഥലമാണോ, പെരികാർഡിയമാണോ? ഏതാണടാ? പെരികാർഡിയമാണ് കേട്ടോ. പെരികാർഡിയം. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? OPC ആണോ, പെന്റാവാലന്റ് ആണോ, BCG ആണോ, MMR ആണോ? ഏതാണ്? BCG. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണോ, ഇടുക്കിയാണോ, കണ്ണൂറാണോ, ആലപ്പുഴയാണോ? ക്ഷയരോഗം BCG ഓർക്കാം. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം എവിടെയാണടാ? നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ആണല്ലേ, തിരുവനന്തപുരം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, എല്ലാ സെക്ഷൻസുകളും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.